ഹലോ. അപ്പോൾ ഇന്ന് ഓണാഘോഷത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ബ്ലൂബി ബിൽഡിങ്ങിൽ ഇന്ന് ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അതിന് തന്നെ വന്നതാണ് കേട്ടോ ഞങ്ങൾ. 9:30-ക്കാണ് കേട്ടോ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ രാവിലെ പോന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആരും ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായില്ലേ. ഡെക്കറേഷനും കാര്യങ്ങളും പൂക്കളും പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും അമ്മയും അല്ലുവിനും കൊടുത്തിട്ട് വേഗം പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ സൗത്ത് വെച്ച് പോയിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മസാല ദോശ, അമ്മ ഒരു നെയ്റോസ്റ്റും പറഞ്ഞു കേട്ടോ. അച്ചു നേരത്തെ പോകുന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ കയറിയിട്ടില്ല. അപ്പോൾ അച്ചു വന്നതാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ട്. അങ്ങനെ ഇതാ ദോശയൊക്കെ വന്നു. നല്ല മുരുമുരാന്ന് ചൂട് ദോശയാണ് കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നാളായി കേട്ടോ സൗത്ത് വെച്ചിക്ക്. ഇപ്പോൾ ലാസ്റ്റൊക്കെ ഞങ്ങൾ ദോശ ആട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ കഴിച്ചു. അല്ലുകൂട്ടം കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ടൊക്കെ എത്തി തുടങ്ങി. പൂവൊക്കെ വന്നു. ഇനി നമുക്ക് പൂവൊക്കെ ഇടണം. പിന്നെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ കോംപ്ലക്സിലെ എല്ലാ ഷോപ്പുകളും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ ഈ പ്രോഗ്രാം നടത്തുന്നത്. അങ്ങനത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒരു തട്ടിക്കൂട്ട് അത്തപ്പൂക്കൾ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഇനി പൂവ് നന്നായിട്ട് അരിഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഡിസൈൻ വരച്ച് ചെയ്യാനൊന്നും ടൈം ഉണ്ടായില്ല. കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ശിങ്കാരിമേളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ എത്തി കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇതുപോലെ ഒരു പൂക്കളാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അങ്ങനെ മേളക്കാരൊക്കെ ഇതാ റെഡിയായി നിൽക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ശിങ്കാരിമേളം കേൾക്കാം കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് റോയൽ ഓണം എന്നാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നെയിം റിവീൽ ചെയ്യാൻ പോകുന്നത്.
എങ്ങനെയുണ്ട് ശിങ്കാരിമേള? അടിപൊളിയായിരുന്നില്ലേ? ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അതാ പൂവൊക്കെ വാരി അല്ലുക്കുട്ടൻ എല്ലാവരും എറിയായിരുന്നു കേട്ടോ. അവസാനം എറിഞ്ഞെറിഞ്ഞ് അച്ചുമായിട്ട് പിന്നെ ഭയങ്കര വഴക്കായിരുന്നേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഓരോ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കസേരക്കളിയാണ്. ബോയ്സിൻ്റെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അത് അച്ചുവൊക്കെ ഓടുന്നുണ്ട് കേട്ടോ.
നോക്കട്ടോ. സോപ്പ് സോപ്പ് സീറ്റ് സീറ്റ് സോപ്പ് സോപ്പ് സീറ്റ് സോപ്പ് സീറ്റ് സോപ്പ് സീറ്റ് സോപ്പ് സോപ്പ് സീറ്റ് സോപ്പ് സീറ്റ് സോപ്പ്. നെക്സ്റ്റ് സോപ്പ് സീറ്റ് സോപ്പ് സീറ്റ് സീറ്റ് സോപ്പ് സീറ്റ് സോപ്പ് സോപ്പ് സീറ്റ് സോപ്പ് സീറ്റ് സീറ്റ്. അതാ ഔട്ട്. സീറ്റ് സോപ്പ് സീറ്റ് സോപ്പ്. അങ്ങനെ മത്സരങ്ങളൊക്കെ ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വിശന്നപ്പോൾ ഞങ്ങൾ പിന്നെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മളിവിടെ തന്നെ സൗത്ത് വെജിലായിരുന്നു കേട്ടോ ഫുഡ് എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സമയം പോലെ അവിടെ പോയി കഴിച്ചാൽ മതിയേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നേ. സൂപ്പർ പായസമൊക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് സദ്യ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഈ കഴിക്കുന്ന സമയത്ത് അവിടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, പിന്നെ ബലൂൺ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഗെയിം, ഇതൊക്കെയായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കുറേ ഗെയിംസാണ് കേട്ടോ ഇപ്രാവശ്യം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പഞ്ചഗുസ്തീൻ്റെ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടേക്ക് അവിടെ എത്തുന്നത്. Okay, ready? 2, 3. ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കേണ്ടതാണ്. നമുക്കിനി സമയം കളയാനില്ല. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു.